വിധിയിലാണോ ദൈവത്തിലാണോ വിശ്വാസം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം വിധിയിലെന്നാണ്. താലി കഴുത്തി വീണ അന്ന് മുതൽ ഇന്ന് വരെയും വിധിയുടെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഗിരീഷിനത് ഒരു ചക്കര ഉമ്മയും തന്നിട്ട് എന്നത്തെ പോലെ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മാസത്തെ കഥ പറയാനുണ്ട്. സിനിമയും സീരിയലും ഒന്നും അല്ല, ഈ വർക്കലക്കാരിയുടെ നല്ല പച്ച നിറത്തിലുള്ള ജീവിതം. ഈ കാണുന്നത് 5 മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഗിരീഷനും കൂടി ഉത്സവം കാണാൻ പോകുന്നതാണ്. എല്ലാ വർഷത്തെയും പോലെ ഈ 2026 എല്ലാ ഉത്സവങ്ങളും കാണണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ലാസ്റ്റ് മൂങ്ങോട്ട് പള്ളിയിൽ ഉത്സവം കാണാനും പോയി. ലാസ്റ്റ് എന്ന് പറഞ്ഞത് ഇത് അവസാനത്തെ ഉത്സവം എന്നല്ല, 2026 ഫെബ്രുവരി മാസത്തിലായിരുന്നു മൂങ്ങോട്ട് പള്ളിയിലെ ഉത്സവം. ഇപ്പോൾ 5 മാസങ്ങൾ കഴിഞ്ഞ് ജൂലൈ 10-ാം തീയതി പള്ളിയിലെ ഉത്സവം കണ്ടതിന് ശേഷം എനിക്കും ഗിരീഷിനും കൂടെ ഒരുമിച്ച് ഇന്ന് വരെയും ഒരു ഉത്സവം പോയി കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഒരുമിച്ച് പോയതെല്ലാം ആശുപത്രിയിലേക്കായിരുന്നു. പള്ളിയിൽ പോയ അന്നത്തെ കാര്യം പൂർത്തിയാവണമെങ്കിൽ ഒന്നുകൂടിയുണ്ട്. വെള്ള ചുരിദാറിട്ട് പള്ളിയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടില്ലേ? അതിൻ്റെ അവസാനം ഗിരീഷിന് അങ്ങേയറ്റത്ത് മാറി നിൽക്കുന്നതും കാണാം. എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇടയ്ക്ക് പതിവുള്ളതാണ്. കാര്യം കേട്ടാൽ മറ്റുള്ളവർക്ക് നിസ്സാരമായിരുന്നെങ്കിലും നമുക്ക് വലിയ സംഭവമായിരിക്കും. 2-3 മണിക്കൂറൊക്കെ പിണങ്ങിയിരിക്കും. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എന്നത്തെയും പോലെ തന്നെ അന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് നല്ല ബീഫ് കറി ദോശയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. വയറ് നിറഞ്ഞെങ്കിലും മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നല്ലേ? ഡോറ് തുറന്ന ഉടനെ മിതുക്കുട്ടിയുടെ ചോദ്യം, ഇന്ന് പിണങ്ങി പിരിയാനുള്ള കാരണം എന്തായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ചിരി വന്ന്. അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം മക്കൾ മനസ്സിലാക്കിയും തുടങ്ങി. അയ്യേ, നാണക്കേടുമായല്ലേ? ഈ വർഷത്തിൻ്റെ തുടക്കത്തിലേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത് ഇനി അങ്ങോട്ട് മൊത്തം ഉത്സവ വീഡിയോ ആണെന്നാണ്. എന്നാൽ മൂങ്ങോട്ട് പള്ളിയുടേതായിരുന്നു എൻ്റെ അവസാനത്തെ ഉത്സവ വീഡിയോ. പിന്നെ ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. ഇത്രയും ഗ്യാപ്പ് വരേണ്ട കാരണമൊക്കെ ഏകദേശം പിടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം വിശ്വസിക്കുന്ന വിധിയിലാണെന്ന് പറഞ്ഞ എൻ്റെ കാര്യം മനസ്സിലായല്ലോ. ബാക്കി എപ്പിസോഡ് പിറകെ വരുന്നുണ്ടേ.